ഹലോ ഗൈസ്, കോഡ് ബാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു യൂണിവേഴ്സൽ ലൈവ് റീലോഡ് സെർവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ടൈറ്റിലാണ്, യൂണിവേഴ്സൽ ലൈവ് റീലോഡ് സെർവർ. സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് ഈ ലൈവ് റീലോഡ് സെർവർ? ഓക്കെ, നമുക്ക് ആദ്യം അത് എന്താ നോക്കാം, എന്നിട്ട് യൂണിവേഴ്സൽ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലൈവ് റീലോഡ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാനൊരു എക്സാമ്പിളിലൂടെ കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, നോർമൽ നമ്മൾ ഏതെങ്കിലും മെട്രോ ID ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കോഡ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് സേവ് ചെയ്യും. ഓക്കെ, ആ ഒരു ഫയൽ നമ്മൾ എഴുതിയ ഫയൽസ് സേവ് ചെയ്യും. ഓക്കെ, ഈ ഫയൽസ് സേവ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ മാനുവലി ആയിരിക്കും സേവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ VS കോഡോ അല്ലെങ്കിൽ വേറെ മോഡേൺ IDs ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓട്ടോ സേവിങ് ഫീച്ചർ ഉണ്ട്. അത് ടേൺ ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ചില IDസിലൊക്കെ അപ്പോൾ പൈച്ചാമൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോ സേവിങ് ഒക്കെ ഓൾറെഡി ടേൺ ഓൺ ആണ്, അങ്ങനെ ബിൽറ്റിൻ ആണ്. ഓക്കെ, VS കോഡ് ആണെങ്കിൽ നമ്മൾ മാനുവലി ടേൺ ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോ സേവിങ് ഓൺ ആണെങ്കിൽ നമുക്ക് മാനുവലി സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കോഡ് എഴുതിയാൽ മതി, സേവിങ് അവർ ചെയ്തോളും. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഡ് എഴുതി ഫയൽസ് സേവായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രൗസറിലേക്ക് പോകും. ബ്രൗസറിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റീഫ്രഷ് ബട്ടൺ അമർത്തും. അപ്പോൾ നമുക്ക് നമ്മൾ എഴുതിയ കോഡിൻ്റെ കറസ്പോണ്ടിങ് ആ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ലൈവ് റീലോഡ് സെർവർ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫയൽ കോഡ് എഴുതി സേവായി, എന്നിട്ട് ബ്രൗസറിൽ പോയിട്ട് റീഫ്രഷ് ചെയ്യുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ റിഫ്രഷ് ചെയ്യുന്ന ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യുക. അതാണ് നമ്മളെ എയിം. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പം റിഫ്രഷ് അടിക്കാൻ അത്ര ടൈമൊന്നും എടുക്കില്ല, ചെറിയ ടൈമല്ലേ ഉള്ളൂ, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കൂടി ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചധികം ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ച് ഇൻക്രീസ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ആ റിഫ്രഷ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണ് യൂണിവേഴ്സൽ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയും ജാങ്കോയിൽ ഈ ഒരു സെയിം പ്രൊസീജിയർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്, ലൈവ് സെർവർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ മുന്നേ ചെയ്ത വീഡിയോ. അപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ ഇതെങ്ങനെയാണ് മൊത്തത്തിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ Node.js അല്ലെങ്കിൽ നമ്മൾ Laravel, അങ്ങനെ പല ഏത് ബാക്ക്-എൻഡ് സിസ്റ്റംസ് എടുത്താലും നമുക്ക് അതിലൊക്കെ യൂണിവേഴ്സലായിട്ട് എല്ലാത്തിലും കൂടിയുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അപ്പം ഏത് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ട്രിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് യൂണിവേഴ്സലിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കോഡ് എഴുതുന്നു, ബ്രൗസറിൽ പോയി ഔട്ട്പുട്ട് കാണുന്നു, അവിടെ സേവിങ് ഇല്ല, റിഫ്രഷിങ് ഇല്ല. ഓക്കെ, സേവിങ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും, ഓട്ടോ സേവ് ഉണ്ട്. റിഫ്രഷിങ് നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു ട്രിക്കോടുകൂടി ഓട്ടോ റിഫ്രഷിങ്ങും വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് എഴുതുന്നു, ഔട്ട്പുട്ട് നോക്കുന്നു, കോഡ് എഴുതുന്നു, ഔട്ട്പുട്ട് നോക്കുന്നു, ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഓവറോൾ വീഡിയോൻ്റെ ഒരു ഐഡിയ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമുക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് കണ്ടൻറ്റിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് VS കോഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ VS കോഡ് കാണാം. അപ്പോൾ ഞാനിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് VS കോഡാണ്. അപ്പോൾ നിങ്ങൾ വേറെ IDs ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് നിങ്ങൾ അതിൻ്റെ ഇക്വലൻ്റ്, അതിൻ്റെ സെയിം ആയിട്ടുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ IDസിൽ പോയി സെർച്ച് ചെയ്ത് ആ രീതിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, VS കോഡിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, VS കോഡിലെ എക്സ്റ്റൻഷനും അതുപോലെ പ്ലഗിൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു സിമ്പിൾ ഒരു Node.js Express ആപ്ലിക്കേഷനാണ്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ സ്ക്രാച്ചിൽ നിന്ന് ഇപ്പം ഇത് പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമ്മൾ
ബിൽഡപ്പ് ചെയ്ത ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതിൽ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാനൊരു എന്താ പറയുക ഒരു റൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം അബ്സല്യൂട്ട് പാത്ത് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോം എന്നുള്ള ഒരു EJS ഫയൽ, ഓക്കെ, ഒരു ടെംപ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെൻഡർ ചെയ്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു യൂണിവേഴ്സൽ ലൈവ് സെർവർ ടൈറ്റിലും ഒരു ഹലോ വേൾഡ് H1 അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു ലൈവ് റീലോഡ് സെർവർ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഷൻസ് എന്നുള്ള ഈ ലാസ്റ്റത്തെ ടാബ് എടുത്തിട്ട് അതിൽ ലൈവ് സെർവർ എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ടോപ്പിൽ ലൈവ് സെർവർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് തന്നെ ഒരു സജഷൻ വരും. ഈ ഫസ്റ്റ് വൺ തന്നെ റിട്വിക് ഡേൻ്റെ എന്ന് പറയുന്ന ഡെവലപ്പറുടെ ലൈവ് സെർവർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ VS കോഡ് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക, ഒന്ന് റീലോഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ക്രോമിൽ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അഗെയിൻ നിങ്ങൾ ക്രോം അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ സിമിലർ ഇതിൻ്റെ ഫയർഫോക്സിലൊക്കെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്റ്റൻഷൻ കൂടി എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ക്രോമിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഡ് ടു ക്രോം നടിക്കുക, ആഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ ആഡായി. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബേസിക് സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമ്മളതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിന് മുമ്പ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തത് ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റൻഷൻ ഇവിടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളെ നോഡ്, ഇപ്പം എൻ്റെ കേസിൽ നോഡ് എക്സ്പ്രസ് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് സെർവർ ഒന്ന് ഓണാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു സെർവർ ഓണാക്കാം. ഞാൻ ജസ്റ്റ് അത് ഓണാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഫ്രെയിം വർക്ക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അനുസരിച്ച് സെർവർ റൺ ചെയ്യാനുള്ള കമാൻഡ്സ് ജസ്റ്റ് റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ 3000 പോർട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. ഓക്കെ, 3000 പോർട്ടിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഹലോ വേൾഡ് നമ്മളെ ഈ സെയിം ആപ്ലിക്കേഷൻ കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് സെർവർ, അതായത് ഇപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ള ഈ ഒരു സെർവർ നമ്മൾ എന്ത് ചെയ്യാണ്, അത് റൺ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നിവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ താഴെ ടാബിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഗോ ലൈവ് എന്നുള്ള ബട്ടൺ കാണാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗോ ലൈവ് അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ ഒരു ലൈവ് സെർവർ സെറ്റപ്പ് ഒരു പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, 5500 ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ട് നമുക്കറിയാം, നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവറിൻ്റെ പോർട്ട് 3000 നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ലൈവ് റീലോഡ് സെർവർ ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ എക്സ്റ്റൻഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലൈവ് റീലോഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ സെർവർ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ Node.js Expressൻ്റെ സെർവർ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അതെന്ന് 3300 നോട്ട് 3300 നമ്മളെ പോർട്ട് 3000 ഈ ഒരു URL. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി നമ്മൾ എക്സ്റ്റൻഷൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3000 പോർട്ട് 3000 ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ്റെ അഡ്രസ്സ്. ഓക്കെ, ദെൻ ലൈവ് സെർവർ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ നമ്മളിപ്പോൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അല്ലെങ്കിൽ ഗോ ലൈവ് അടിച്ച ആ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നത് 5500 ആ സെയിം സാധനമാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. 3000 മാറ്റിയിട്ട് 5500. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലൈവ് സെർവർ ഓൺ ആയിട്ടുണ്ടാവും. ലാസ്റ്റായിട്ട് ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാണ് നമ്മൾ ഈ നോഡ് എക്സ്പ്രസ് ഡെവലപ്മെൻറ്റ് സെർവർ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ ഹലോ വേൾഡിൻ്റെ കൂടെ ബൈ കോഡ് ബാൻ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് പേജ് റിഫ്രഷ് ആകുന്നുണ്ട്, ഹലോ വേൾഡ് ബൈ കോഡ് ബാൻ. ഞാൻ റിഫ്രഷ് ചെയ്തിട്ടൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ടാണ് അതാവുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുപോലത്തെ ഔട്ട്പുട്ട് കാണാം. ഞാൻ ജസ്റ്റ് ഇപ്പം ടൈപ്പ് ചെയ്ത് ഒഴിവാക്കി, അപ്പോൾ അതുപോലെ തന്നെ കിട്ടി. അപ്പം ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയൊരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടി തന്നെയാണ്. കാരണം നിങ്ങൾ കോഡ് എഴുതുന്നു, നമ്മളിപ്പോൾ നമ്മളിങ്ങനെ കോഡ് എഴുതുന്നു, ഹലോ വേൾഡ് ബൈ കോഡ് ബാൻ, നമ്മൾ ഇതിനെ സേവ് ചെയ്യാൻ പോകുന്നില്ല, നമ്മളിതിനെ ബ്രൗസർ പോയിട്ട് ഇവിടെ റിഫ്രഷ് ബട്ടൺ അമർത്തുന്നില്ല, F5 ഒന്നും അമർത്തുന്നില്ല, ജസ്റ്റ് അത് ഔട്ട്പുട്ട് കാണുന്നു. ഓക്കെ, കോഡ് എഴുതുന്ന ഔട്ട്പുട്ട് കാണുന്നു. ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യും. ഓക്കെ,
അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഈ വീഡിയോൻ്റെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസിലിടുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. then ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.